ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളുടെ ചട്ടിങ്കലം ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹൈലി റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അതായത് ഞാൻ കുറച്ച് പൗഡേഴ്സൊക്കെ എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നുള്ള കാര്യം പറഞ്ഞില്ലേ, അതിലൊരു പ്രധാനപ്പെട്ട പൗഡറാണ്, അതായത് ഹെന്ന പൗഡർ. അപ്പോൾ ഇതിന് ഹെന്ന പറിക്കാൻ പോയപ്പോൾ വീട്ടിലുണ്ടായ കുറച്ച് ചെടികളുടെയൊക്കെ ഫോട്ടോസ് എടുത്തു വെച്ചതാണ് കേട്ടോ. നമുക്ക് വെറൈറ്റി ആയി തോന്നിയ നാട്ടിൻപുറത്ത് കാണപ്പെടുന്ന ഒരു അത്യാവശ്യം നല്ല നല്ല കുറച്ച് പൂക്കളുടെ ചിത്രം മാത്രം എടുത്തതേ ഉള്ളൂ. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടിപ്പുറം കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പോയ വീട്ടിലെ ഒരുപാടുണ്ട് മൈലാഞ്ചി. അപ്പോൾ ഈ ഹെന്നയുടെ പൗഡർ എങ്ങനെ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഓരോ അതിൻ്റെ കൊമ്പുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ആ ഇലകൾ മാത്രം ഇങ്ങനെ ഉതിർത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്രക്കും ഹെന്ന ഉണ്ടായിരുന്നു. നല്ല തളിരായിട്ടുള്ള ഇലകൾ നോക്കിയിട്ട് പറിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ ഒരു വാഴയിലയിൽ കളക്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 2-3 പേര് കൂടിയിട്ടാണ് പോയത്. അപ്പോൾ വേണ്ടുവോളം അത് പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് കഴുകി ഉണക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എങ്ങനെ ഹെന്ന തലയിൽ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നതാണ്. നമുക്കിപ്പം തൽക്കാലം ഇത്രയേ കളക്ട് ചെയ്തിട്ടുള്ളൂ. ഈ ഹെന്ന മുടിക്ക് വളരെ നല്ലതാണ്. ഇപ്പം അകാലനര ഉള്ളവർക്ക് മാത്രമല്ല, അല്ലാത്തവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നാച്ചുറലി നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും കളക്ട് ചെയ്തത്. ഇനിയിപ്പോൾ ഉണക്കിയെടുക്കാൻ മഴയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇനി ഉണക്കിയെടുക്കാനും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് കഴുകി ഉണക്കിയെടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് അത് നന്നായിട്ട് പൊടിച്ചെടുക്കുക, എന്നിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് നെറ്റൊക്കെ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. ഇപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു പഴയ തുണി എടുത്തതാണ്, പഴയ തോർത്താണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭംഗിയൊന്നും നോക്കണ്ട. അപ്പോൾ ഇത് ഞാനിങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്, നമ്മൾ തൊട്ടിലൊക്കെ കെട്ടുന്ന പോലെ. അപ്പോൾ ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ഈ ഒരു മൈലാഞ്ചി അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അത്യാവശ്യം വെയിലുള്ള സ്ഥലത്ത് ഇങ്ങനെ കെട്ടിയിടുക. എന്തായാലും ഒരു ദിവസം കൊണ്ടൊന്നും നമുക്കിത് പൊടിക്കാനുള്ള പാകത്തിനായി കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട അളവിൽ എടുക്കുക. അപ്പോൾ ഇത്രയാണ് ഞാനിപ്പോൾ എടുത്തത്. ഇതിന് മുമ്പേ കുറച്ച് എടുത്തിട്ട് ഉണക്കി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഒന്ന് കഴുകിയെടുത്താൽ നല്ലതായിരിക്കും. പിന്നെ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിന് മുമ്പേ ഞങ്ങളൊരു ദിവസം കളക്ട് ചെയ്ത് വെച്ചതാണിത് ഈ കാണുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു പകുതിയോളൊക്കെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 1-2 ആഴ്ച ഞങ്ങൾ വെച്ചപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടി. നിങ്ങൾക്ക് നല്ല വെയിലുണ്ടെങ്കിൽ ഇത്രയൊന്നും ദിവസം എടുക്കില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ശബ്ദമൊക്കെ ഞാൻ കേൾപ്പിച്ച് തരാം. കണ്ടോ, ഇതുപോലെ ശബ്ദം ഉണ്ടാകും. അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും. കൈ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതൊന്ന് പൊട്ടിക്കിട്ടും. പിന്നെ മിക്സി നല്ല മൂർച്ചയുള്ള ബ്ലേഡൊക്കെ ഉള്ളതാണെങ്കിൽ നന്നായിട്ട് ഇത് പൊടിഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ ഇതൊന്ന് നിങ്ങൾക്കൊന്ന് പൊടിച്ചെടുക്കുന്നതിന് മുമ്പായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താൽ നന്നായിട്ട് ഇത് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. പിന്നെ ഞാനിത് അരിച്ചെടുത്തിട്ടൊന്നുമില്ല. അരിച്ചെടുക്കേണ്ടവരാണ് അരിച്ചെടുക്കുക. നമ്മളിത് കയ്യിലിടുന്നതൊന്നല്ലല്ലോ, അതുകൊണ്ട് അരിച്ചെടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വേണ്ടവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള വീഡിയോ ഒക്കെ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നമുക്ക് വീക്ക്ലി അല്ലെങ്കിൽ ഒരു 2 വീക്കിൽ ഒരിക്കലെങ്കിലും ഇത് യൂസ് ചെയ്യുന്നത് മുടിക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്കിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.